രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ചരിത്രമാറ്റത്തിന് വഴിയൊരുക്കിക്കൊണ്ട് ആധാർ കാർഡ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിരിക്കുന്നു. ഒരു രാജ്യം ഒരു ID പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഇത്തരമൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നതാണ് ആധാർ എന്നതിന്റെ പൂർണ്ണരൂപം. ഒരു രാജ്യം ഒരു സ്റ്റുഡന്റ് ID പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് വിവിധ സംസ്ഥാന സർക്കാരുകളുമായി ചർച്ചകൾ ആരംഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം ചെയർപേഴ്സൺ അനിൽ സഹസ്രാബ്ദബുദ്ധെ പറഞ്ഞു. വിദ്യാഭ്യാസം ഒരു സംസ്ഥാന വിഷയം കൂടെ ആയതിനാൽ NEP 2020 കീഴിൽ സംസ്ഥാനങ്ങൾ ഏതെങ്കിലും സംവിധാനങ്ങൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. ഈ സംരംഭത്തിന് കീഴിൽ 12 അക്ക യൂണിക് ഐഡിയുള്ള ഒരു ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി കാർഡ് വിദ്യാർത്ഥികൾക്ക് നൽകും. ഉന്നത വിദ്യാഭ്യാസത്തിൽ കേന്ദ്രം നിലവിൽ ഈ സംരംഭം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 22 ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആധാർ കാർഡുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആധാറുമായി ബന്ധിപ്പിച്ച ഈ തിരിച്ചറിയൽ കാർഡ് ക്രെഡിറ്റുകളുടെ ഡിജിറ്റൽ ശേഖരമായ വിദ്യാർത്ഥികളുടെ അക്കാദമിക് ബാങ്ക് ക്രെഡിറ്റിലേക്കുള്ള ഒരു ഗേറ്റ്വേ ആണ്. വിദ്യാർത്ഥികൾക്ക് മാർക്ക് ഷീറ്റുകളും സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഡിജിറ്റൽ ലോക്കറായ ഡിജിലോക്കറിലേക്ക് പ്രവേശിക്കാനും ഇതിലൂടെ സാധിക്കും. ആത്യന്തികമായി പ്രീ പ്രൈമറി മുതൽ PhD വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആജീവനാന്ത ID ആയിരിക്കും. ഇത് വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള വിദ്യാർത്ഥികളുടെ അക്കാദമിക് പുരോഗതി ട്രാക്ക് ചെയ്യാൻ ഇത് അവരെ സഹായിക്കും. മാതാപിതാക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്ന ജോലിയിലുള്ള വിദ്യാർത്ഥികളെയും ഇത് സഹായിക്കും. ഒരു സെക്ഷന്റെ മധ്യത്തിൽ അവർ അവരുടെ സ്കൂളുകൾ മാറ്റുകയാണെങ്കിൽ മറ്റ് സ്കൂളിന് തനതായ ID ഉപയോഗിച്ച് അവരുടെ ABC അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് അവരുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയും, സഹസ്രബുദ്ധെ പറഞ്ഞു. സ്വകാര്യതാ പ്രദർശനങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയെങ്കിലും വിദഗ്ധർ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിഭാവനം ചെയ്ത ഒരു രാഷ്ട്രം ഒരു ID സംവിധാനം ഭരണപരമായ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഡേറ്റ കൃത്യത വളർത്തുന്നതിനും ഇത് നല്ലതാണ്. ഈ കേന്ദ്രീകൃത സമീപനത്തിന് ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രക്രിയകളുടെ മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയും, മൗണ്ട് അബു പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ പറഞ്ഞു. ഈ ആനുകൂല്യങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഡേറ്റ സുരക്ഷയും സ്വകാര്യതയും സംബന്ധിച്ച അപകട സാധ്യതകൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതും അത്യന്താപേക്ഷിതമാണ്.